ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെത്തിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 750 കൊറിയർ ചാർജ് അടക്കം 750 രൂപ വരുന്ന ഒരു 6 കോമ്പോസ് ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പ്ലാന്റ് വീതം 3 പ്ലാന്റ് വീതം 4 പ്ലാന്റ് വീതമൊക്കെയുള്ള കോമ്പോസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോക്കകത്ത് വരുന്നത് ബാർബി ബ്യൂട്ടിയുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്. അടുത്ത് വരുന്നത് സ്റ്റാർ പിങ്ക് എഗ്ലോണിമ സ്റ്റാർ പിങ്കിൻ്റെ നല്ല ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് ടൈഗർ റെഡിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ, എഗ്ലോണിമ ടൈഗർ റെഡ്. അടുത്തതായിട്ട് വരുന്നത് എഗ്ലോണിമ റൈസ് നാരോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. ഇൻക്ലൂഡിങ് CC 750 ആണ്. കൊറിയർ ചാർജ് അടക്കം 750 രൂപയാണ് കേട്ടോ വരുന്നത്. രണ്ടാമത്തെ കോമ്പോയിൽ 2 പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഒന്ന് വരുന്നത് നമ്മുടെ ടൈഗർ റെഡിൻ്റെ പ്ലാന്റാണ്. ബുഷി പ്ലാന്റാണ്, വലിയ സൈസുള്ള പ്ലാന്റാണ് കേട്ടോ, ചെറുതല്ല, മദർ പ്ലാന്റ് ആണ്. നല്ല ഡീപ്പ് മെറൂൺ പോലത്തെ റെഡ് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. കൂടെ വരുന്നത് വൈറ്റ് ലെഗസിയുടെ പ്ലാന്റ് ആണ്, എഗ്ലോണിമ വൈറ്റ് ലെഗസി. നല്ല ബുഷി പ്ലാന്റ് ആണ് വൈറ്റ് ലെഗസിയുടെ. നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോയിൽ വൈറ്റ് ലെഗസി ഉൾപ്പെടുത്തുന്നത് കേട്ടോ. നല്ല ഡിമാൻഡാണ് ഇപ്പോഴും വൈറ്റ് ലെഗസി. ഇതാണ് വൈറ്റ് ലെഗസിയുടെ പ്ലാന്റ്. ഈ 2 പ്ലാന്റാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ കോമ്പോക്കകത്ത് 3 പ്ലാന്റാണ് വന്നിരിക്കുന്നത്. 3 പ്ലാന്റ് എന്ന് പറയുന്നത് ഒന്ന് റെഡ് കാബേജിൻ്റെ പ്ലാന്റാണ്. റെഡ് കാബേജിൻ്റെ പ്ലാന്റ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. അടുത്ത് വരുന്നത് റെഡ് മെറൂണിൻ്റെ പ്ലാന്റാണ്, നല്ല ബുഷി പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് പനാമയുടെ പ്ലാന്റാണ്, എഗ്ലോണിമ പീച്ച് പനാമയുടെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ 3 പ്ലാന്റാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. ഇൻക്ലൂഡിങ് CC 750 തന്നെയാണ് റേറ്റ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കോമ്പോ. നാലാമത്തെ കോമ്പോക്കകത്ത് 4 പ്ലാന്റാണ് വരുന്നത്. ഒന്ന് വരുന്നത് നമ്മുടെ എഗ്ലോണിമ ക്ലിയോപാട്രയുടെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്തത് വരുന്നത് എഗ്ലോണിമ റെഡ് ഏഞ്ചലിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ഡയമണ്ട് റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. പിന്നെ വരുന്നത് റൈസ് നാരോയുടെ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ നാലാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ കോമ്പോയിലെ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുഷി പ്ലാന്റ്സാണ്. അഞ്ചുമാനി പിങ്കിൻ്റെ നല്ല വലിയൊരു ബുഷി പ്ലാന്റാണ് കേട്ടോ. അടുത്ത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ ഒരു ബുഷി പ്ലാന്റ്, ക്ലിയോപാട്രയുടെ ഒരു പ്ലാന്റ്. അടുത്ത് വരുന്നത് ടൈഗർ റെഡിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. നല്ല റെഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. ആറാമത്തെ കോമ്പോയിൽ 3 പ്ലാന്റ് മദർ പ്ലാന്റ് ആണ്, വലിയ പ്ലാന്റാണ്, ബുഷി പ്ലാന്റാണ് കേട്ടോ. ഇത് വരുന്നത് അഞ്ചുമാനി റെഡിൻ്റെ ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റ്, വലിയ പ്ലാന്റാണ്. അടുത്ത് വരുന്നത് റെഡ് നൈറ്റ് സ്പാർക്കിൾ, അതും മദർ പ്ലാന്റ് ആണ് കേട്ടോ. ബഡൊക്കെ വന്നിട്ടുണ്ട്, മദർ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്രീൻ ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ്, ഷൂട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ്, ബുഷി പ്ലാന്റാണ്. അടുത്ത് വരുന്നത് ലിഫ്റ്റിക്കിൻ്റെ പ്ലാന്റാണ് കേട്ടോ, ഓറഞ്ച് ലിഫ്റ്റിക്കിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ ഈ 4 പ്ലാന്റ്സാണ്, 3 മദർ പ്ലാന്റ് ഒരു മീഡിയം സൈസ് പ്ലാന്റുമാണ് കേട്ടോ. ഈ 4 പ്ലാന്റാണ് നമ്മുടെ ആറാമത്തെ കോമ്പോക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോമ്പോസ്. അപ്പോൾ കോമ്പോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. നമ്മൾ കൊറിയർ അയക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ്. DTDC കൊറിയർ സർവീസിൻ്റെയാണ് നമ്മൾ ഇൻക്ലൂഡിങ് CC പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ ചെറിയൊരു ചേഞ്ച് വരും, ഒരു 20 രൂപയുടെ ഒക്കെ ഒരു വ്യത്യാസം സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ വരും കേട്ടോ. പിന്നെ ഇൻക്ലൂഡിങ് CC പറയുന്നത് നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലത്തെ CC ആണ്, കേരളത്തിൻ്റെ പുറത്തേക്ക് CCയിൽ ചേഞ്ച് വരും കേട്ടോ. ഓക്കെ, താങ്ക് യു.